ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മേയറുടെ വണ്ടി എനിക്ക് കൊല്ലത്ത് സഞ്ചരിക്കാൻ കഴിയുന്നത്. അത് പലർക്കും ഇതാദ്യം തന്നെയാണ്. കാരണം കൊല്ലത്ത് ആദ്യമായിട്ടാണ് നമുക്ക് മേയറെ കിട്ടിയത്. ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് ഓട്ടോക്കാരെന്നെ വിളിക്കുക. അത് INTC ആവണം. INTC ഞാൻ പറഞ്ഞ അങ്ങനെ പെട്ടെന്ന് INTC ആവണ്ട. നിങ്ങൾ ഇത്രയും നാൾ CITയുടെ അല്ലേ എന്നൊന്ന് അവിടെ നില്ല്. ആത്മാഭിമാനത്തോടെ കൊല്ലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടുന്ന മോട്ടോർ തൊഴിലാളികൾ അടക്കമുള്ള ഓരോ ചുവട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഓരോ തൊഴിലാളികൾക്കും അഭിമാനത്തോടെ പറയാം, തൊഴിലാളി വർഗത്തെ പിന്തുണയ്ക്കുന്ന സഹായിക്കുന്ന ഓരോരുത്തർക്കും അഭിമാനത്തോടെ പറയാം, കൊല്ലം മേയർ ഞങ്ങളുടെ സ്വന്തമാണ്. കൊല്ലം കോർപ്പറേഷൻ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഈ 10-15 ദിവസക്കാലത്തിനിടയ്ക്ക് പരിശോധിച്ചു നോക്കിയാൽ വളരെ ദയനീയമായ സ്ഥിതിയാണ് കൊല്ലം കോർപ്പറേഷനിലെ ഭരണസ്ഥിതി. MG പാർക്ക് എന്തുകൊണ്ട് അടച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ സംസാരിക്കുകയാണ്. ഹൈക്കോടതിയുടെ സ്റ്റേ ഉള്ളതുകൊണ്ടാണ് ഇത് തുറക്കാൻ കഴിയാത്തത് എന്ന് യോഗത്തിൽ പറഞ്ഞു വരാം. ചാരിതാർത്ഥ്യം ചെറുതല്ല, ഒരു ആത്മനിർവൃതി ചെറുതല്ല. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മേയറുടെ വണ്ടി എനിക്ക് കൊല്ലത്ത് സഞ്ചരിക്കാൻ കഴിയുന്നത്. അത് പലർക്കും ഇതാദ്യം തന്നെയാണ്. കാരണം കൊല്ലത്ത് ആദ്യമായിട്ടാണ് നമുക്ക് മേയറെ കിട്ടിയത്. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി സംസാരിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അധികാരത്തിന്റെ അതീശത്വം കൊണ്ട് ഇരുളു വീണുപോയ വഴികളിൽ വികസനം മുരടിച്ചുപോയ കൊല്ലത്ത് ജനങ്ങൾ വളരെ വിഷാദത്തോടുകൂടി ഇതര കോർപ്പറേഷനുകളെയും ഇതര പ്രദേശങ്ങളെയും അവിടുത്തെ വികസനങ്ങളെയും ഒക്കെ കണ്ട് കൊല്ലത്തിൻ്റെ വികസനം മാനസികമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇവിടെ വികസിച്ചത് മാർക്സിസ്റ്റ് പാർട്ടിയും ഏതാനും അനുചരന്മാരും നേതാക്കന്മാരുമാണെന്ന് തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ ജനം വളരെയധികം പൊറുതിമുട്ടിയ ഒരു കാലഘട്ടത്തിലാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൊല്ലത്ത് കേരളത്തിൽ നടന്നത്. പിണറായി വിജയന്റെ ഭരണത്തിൽ അതിൻ്റെ വറുതിയിൽപ്പെട്ട് പെടയുന്ന കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായി പ്രതികരിച്ചപ്പോൾ കരിയില പറന്നു വീഴുന്നത് പോലെ മാർക്സിസ്റ്റ് കൊട്ടാരങ്ങൾ പലതും ഇടിഞ്ഞു പറന്നു പോകുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ KPCC ഓഫീസിന് മുമ്പിൽ ഒരു 532 പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ ഔദ്യോഗിക വാഹനത്തിൽ വന്നിറങ്ങുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് 532 പഞ്ചായത്തുകൾ കിട്ടി, 4 കോർപ്പറേഷനിൽ നമുക്ക് കിട്ടി, ഒരു കോർപ്പറേഷനിൽ കിട്ടി, 3 കിട്ടി. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതിൻ്റെ ജില്ലാ പഞ്ചായത്തുകൾ നാമമാത്രമായ അംഗത്വമുണ്ടായിട്ട് നമുക്ക് 10 സീറ്റ് വരെ കിട്ടി. വളരെയധികം പ്രതീക്ഷാപരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇത് രാഷ്ട്രീയം കടന്നു പോകുന്നത്. മുസ്ലിങ്ങളായി പറയും പടച്ചോൻ സംരക്ഷിക്കും, ക്രിസ്ത്യാനികളാണെങ്കിൽ പറയാതെ കർത്താവ് സംരക്ഷിക്കും, ഹിന്ദുക്കളൊക്കെ അതേ പറയും. കേരളത്തിലാണെങ്കിൽ ശബരിമല ധർമ്മശാസ്താവ് സംരക്ഷിച്ചോളൂ വിശ്വാസമാണ്. ശബരിമല ധർമ്മശാസ്താവിന് പോലും സംരക്ഷണമില്ലാത്ത കാലഘട്ടം. ശബരിമല ധർമ്മശാസ്താവിൻ്റെ കട്ടളപ്പടിയും ശബരിമല ധർമ്മശാസ്താവിൻ്റെ ദ്വാരപാലകവും ഇപ്പോഴവിടെ ഭഗവാന്റെ വിഗ്രഹം തന്നെ ഉണ്ടോ എന്ന് സംശയം വരുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ശബരിമല തന്ത്രിയെയും അറസ്റ്റ് ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നു, പത്മകുമാറും വാസുവും അടക്കം. ഇപ്പോൾ ഇന്ന് ഒരു വലിയ സംഭവം വന്നിരിക്കുക. നമ്മുടെയൊക്കെ ഒരു യുവജന നേതാവ് ഉണ്ടായിരുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആര് തെറ്റിയതിനെ പുറത്താക്കും, അവരെ ശക്തമായ നടപടിയെടുക്കും. ആരെയും സംരക്ഷിച്ച പാരമ്പര്യം ഇന്റർനാഷണൽ കോൺഗ്രസില്ല. തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കുന്നത് കാലമാണെങ്കിലും ആരോപണം വരുമ്പോൾ സീസറിന്റെ ഭാര്യ സംശയത്തിനതീതിയായിരിക്കണം എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിന്റെ എംഎൽഎയുടെ പേരിൽ ഒരു വിഷയം വന്നപ്പോൾ കോൺഗ്രസ് ശക്തമായ നടപടിയെടുത്ത് പുറത്താക്കി. ശ്രീ എം നൗഷാദിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് ഓട്ടോക്കാരെന്നെ വിളിക്കുക. അത് INTC ആവണം. INTC ഞാൻ പറഞ്ഞ അങ്ങനെ പെട്ടെന്ന് INTC ആവണ്ട. നിങ്ങൾ ഇത്രയും നാൾ CITയുടെ അല്ലേ എന്നൊന്ന് അവിടെ നില്ല്. പിന്നെ INTC ആവണം. കാര്യം INTCക്ക് ഒരു മെത്തേഡുണ്ട്, CITയുടെ ഒരു മെത്തേഡുണ്ട്. CITയുടെ മെത്തേഡ് ഈ ഇരിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെല്ലാം അറിയാം. ഇവിടെ ഇരിക്കുന്നത് മോട്ടോറിൻ്റെ ഏകദേശം കൺവീനേഴ്സും നേതാക്കളുമാണ്. ഇനി ആളുകൾ വരാനുണ്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. CITയുടെ ഒരു സ്റ്റാൻഡിൽ ഓടണമെങ്കിൽ
മാസം 100 രൂപ CITയുടെ നേതാവിന് കൊടുക്കണം ഒരു ഓട്ടോറിക്ഷ. INTUCയിൽ അങ്ങനെ ആരും 1 രൂപ ആരെയും മേടിക്കാറില്ല. അതേപോലെ മെമ്പർഷിപ്പ് മുടങ്ങാതെ കൊടുക്കണം. പിന്നെ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഇലക്ഷൻ നടന്ന സമയത്ത് ചിന്നക്കടയിൽ ഇലക്ഷൻ നടന്ന സമയത്ത് ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഒരു യോഗം ആ ഇലക്ഷൻ പ്രവർത്തനത്തുണ്ടായിരുന്നു. ഏഴസ്ഥലമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനവും കാരണങ്ങളും എല്ലാം നടത്തി. 2 യോഗമാണ് നടത്തിയത്. പക്ഷെ നമ്മൾ INTUCക്കാർ കുറേ കൂടെ ഉണർന്ന് പ്രവർത്തിക്കണം. കാരണം ഇനി ഇതുകൊണ്ട് നമുക്കൊന്നും ആയില്ല. 3-4 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നമ്മളിപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് നമ്മൾ നിന്നതുപോലെ എല്ലാവരും ഒരുമിച്ച് ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നമ്മൾ നിന്നാൽ വരുന്ന അസംബ്ലിയിൽ നമുക്ക് UDFൻ്റെ ഭരണം ഉണ്ടാവും. നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ അടുത്ത പറയുകയാണെങ്കിൽ മോട്ടോർ തൊഴിലാളികളെ ഈ ഇരിക്കുന്ന മോട്ടോർ തൊഴിലാളി അറിയാത്ത പല കാരണങ്ങളുമുണ്ട്. 55,000 കോടി രൂപ മോട്ടോർ ക്ഷേമനിധി ബോർഡിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയി ഈ സർക്കാർ. മോട്ടോർ ക്ഷേമനിധി കിടന്നാൽ നിങ്ങളെ പിരിക്കുന്ന പൈസ 60 രൂപ വെച്ച് നിങ്ങളെ മേടിക്കുന്ന പൈസ 55,000 കോടി രൂപ ഈ സർക്കാർ അടിച്ചുകൊണ്ട് പോയി. ആരും ക്ഷേമനിധിയിൽ ഇപ്പോൾ പൈസ ഇല്ല. ഇന്നലെ മെടിഞ്ഞാലൊക്കെ അത് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാർ എങ്ങനെ ഇറങ്ങണം? നമ്മൾ ഇതുകൊണ്ടായില്ല. നമ്മൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും കൂടെ മോട്ടോർ തൊഴിലാളിയുടെ ഒരു ശക്തി പ്രകടനം കാണിക്കണം. നമ്മുടെ കുടുംബക്കാരായാലും നമ്മുടെ ബന്ധുക്കളായാലും എല്ലാവരെയും കൊണ്ട് നമ്മൾ UDFന് വോട്ട് ചെയ്ത് അടുത്ത അസംബ്ലി നമ്മൾ പിടിക്കണം. നമ്മൾ അധികാരത്തിൽ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് തൊഴിലാളികൾക്ക് ഗുണമുണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനായ ഞങ്ങളുടെ മേയർക്കടുത്ത പരിപാടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനായ നമ്മുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണാവിനെ ക്ഷണിച്ചു. എതിർക്കാൻ നിന്നാലും സത്യസന്ധമായ സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു യാഥാർത്ഥ്യമാണ് കൊല്ലം മേയറും ഡെപ്യൂട്ടി മേയറും അതുപോലെ തന്നെ 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും UDFൻ്റെതായി വരുന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രയത്നിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും അതിന് പിന്തുണ നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നും നമ്മൾ കടപ്പെട്ടവരായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്രയോ കേരള വിദ്യാർത്ഥി യൂണിയനിൽ കടന്നു വന്ന് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസിന്റെ വിവിധ പദവികൾ അലങ്കരിച്ചുകൊണ്ട് കൊല്ലം നഗരത്തിൽ കോൺഗ്രസിന്റെ മുഖമായി നിലനിൽക്കുന്ന പ്രിയപ്പെട്ട ഹബീസിക്ക ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തൊഴിലാളി വർഗ നേതാക്കന്മാരും സഹപ്രവർത്തകരും തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ മല്ലീശ്വരന്റെ ഒടിഞ്ഞ വില്ല് പോലെയായ കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാൻ ഒരാളില്ലാതെ അലക്സാണ്ടർ പറമ്പിത്തറയെ പോലുള്ള സീനിയർ നേതാക്കന്മാർ മാറി നിന്നപ്പോ 9 പേരിൽ 8 പേരെ നയിക്കാൻ ഞാനുണ്ട് എന്ന് തന്റെ ഇടത്തോടെ പ്രതീക്ഷയോടെ ആർജവത്തോടെ മുന്നോട്ട് വന്ന ലീഡർ ശ്രീ K. കരുണാകരൻ പിന്നീട് കേരളത്തിൽ എഴുതിയ ചരിത്രം അത് തകർക്കാൻ പറ്റാത്ത ചരിത്രമാണ്. 67-ൽ 9 പേരുമായി തുടങ്ങിയെങ്കിൽ 70 ആയപ്പോഴേക്കും നിയമസഭയിലെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവന്നു. പിന്നെ എത്രയോ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി വരെ അലങ്കരിച്ച ലീഡർ എന്നും അഭിമാനത്തോടെ പറയുമായിരുന്നു, ഞാൻ INTUCയിലൂടെ കടന്നു വന്ന നേതാവാണെന്ന്. അതെ, ഇന്നിപ്പോ കൊല്ലക്കാർക്ക് പറയാം, ആത്മാഭിമാനത്തോടെ കൊല്ലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടുന്ന മോട്ടോർ തൊഴിലാളികൾ അടക്കമുള്ള ഓരോ ചുവട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഓരോ തൊഴിലാളികൾക്കും അഭിമാനത്തോടെ പറയാം, തൊഴിലാളി വർഗത്തെ പിന്തുണയ്ക്കുന്ന സഹായിക്കുന്ന ഓരോരുത്തർക്കും അഭിമാനത്തോടെ പറയാം, കൊല്ലം മേയർ ഞങ്ങളുടെ സ്വന്തമാണ്. അതെ, തൊഴിലാളി വർഗത്തിന്റെ ചൂടും ചൂരുമറിയുന്ന നേതാവ് ഇന്ന് കൊല്ലത്തെ നഗരപിതാവായിരിക്കുമ്പോ ഈ നഗരത്തിന് ഒരുപാട് മാറ്റം അനിവാര്യമാണ്. 30 വർഷത്തെ ഇടതു ദുർഭരണം പ്രകൃതി കൊല്ലത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ പോലും തച്ചു തകർത്തുകൊണ്ട് പണസമ്പാദനം എന്ന മറ്റുള്ളവർ മഹാന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ ഏത് മാർഗത്തിലായാലും പണം ഉണ്ടാക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടി ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം, പണം
എന്നതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ ഒരു പുരോഗതിയും നന്മയും ലക്ഷ്യമാക്കി അല്ല അവർ പ്രവർത്തിച്ചത്. അതിനൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഒരു പുതിയ കൊല്ലം രൂപീകരിക്കുവാനുള്ള പ്രയത്നത്തിൽ നമ്മളെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ഒരുമിച്ച് നിന്നുകൊണ്ട് കോർപ്പറേഷന് പിന്തുണ കൊടുത്തുകൊണ്ട് പോകുമ്പോൾ കൊല്ലം മാറും, ഇക്കൊല്ലം മാറും, ഈ കൊല്ലത്തിന്റെ കോലം മാറുമെന്ന് നമ്മൾ പറഞ്ഞപ്പോ, ഇല്ലം കെട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്ന് പറഞ്ഞപ്പോ കൊല്ലംകാർ അത് നെഞ്ചേറ്റി. ആ നെഞ്ചേറ്റിയ ഉത്തരവാദിത്വം അത് വളരെ വലുതാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവരുടെ ചിന്താഗതി ആർക്ക് അനുകൂലമായി അവർ ചിന്തിക്കുന്നതെന്നും ആ ചിന്താഗതിയിൽ മാറ്റം വരുത്താനും അവരുമായി കുറച്ച് സമയമാണെങ്കിൽ വാഹനത്തിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും പലരും സംസാരിക്കാറുണ്ട്. അതൊക്കെ വളരെ ഉപകാരപ്രദമായ തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു. എല്ലാവരും ഒരുമിച്ച്, ഒരു നേതാവ് പോലും മാറി നിൽക്കാതെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഞാനിപ്പോൾ 10-30 വർഷക്കാലമായി കൊല്ലത്തെ സ്ഥാനാർത്ഥി നിർണ്ണയ കമ്മിറ്റിയിലുള്ള ഒരാളാണ്. ഒരിക്കലും പലപ്പോഴും സംഭവിക്കുന്നത് നേതാക്കന്മാർ തന്നെ ഓരോ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുമായി വരാറുണ്ട്. ഒരു ലിസ്റ്റുമില്ലാതെ തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്യാനും ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് ആ സ്ഥാനാർത്ഥിയെ മാത്രം നിശ്ചയിച്ചുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സര രംഗത്ത് ഇറങ്ങുന്നത്. ആ അവസാന നിമിഷം വരെ CPM പ്രതീക്ഷിച്ചിരുന്നത് ഇവരൊക്കെ തമ്മിലങ്ങ് അടിച്ച് തകരും. അങ്ങനെ തകർന്ന് അതിലൂടെ രക്ഷപ്പെടാമെന്ന് ധരിച്ചിരുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ പരസ്യമായി ഇത്തരത്തിലൊരു വേദിയിൽ സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ കൊല്ലം കോർപ്പറേഷനിൽ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം. ഈ 10-15 ദിവസക്കാലത്തിനിടയ്ക്ക് പരിശോധിച്ച് നോക്കിയാൽ വളരെ ദയനീയമായ സ്ഥിതിയാണ് കൊല്ലം കോർപ്പറേഷനിലെ ഭരണസ്ഥിതി. മേയർമാരായാലും ശരി, ഉദ്യോഗസ്ഥന്മാരായാലും എന്താണ് നമ്മുടെ ഈ പ്രദേശത്ത് കൊല്ലം നഗരസഭയിൽ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ തന്നെയില്ല. ഇപ്പോൾ ശ്രീ ഗീതാകൃഷ്ണനും അതുപോലെ തന്നെ ഇവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമുക്കറിയാം, പരിസര പ്രദേശത്ത് ബീച്ചിനടുത്തുണ്ടായിരുന്ന ആളുകൾ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. MG പാർക്ക് എന്തുകൊണ്ട് അടച്ചിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ സംസാരിക്കുകയാണ്. ഹൈക്കോടതിയുടെ സ്റ്റേ ഉള്ളത് കൊണ്ടാണ് ഇത് തുറക്കാൻ കഴിയാത്തത് എന്ന് യോഗത്തിൽ പറഞ്ഞു വരാം. ഞങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിച്ച കാലഘട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഞാനും അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയും നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ പ്രേമേന്ദ്രൻ അതുപോലെ തന്നെ നൗഷാദ് യൂനിസ് ഞങ്ങൾ 4 പേരുടെ നേതൃത്വത്തിൽ ഒരു കുറ്റവിചാരണ യാത്ര നടത്തി. ആ കുറ്റവിചാരണ യാത്ര കടന്നു പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് അനുകൂലമായിരിക്കുന്ന ജനവികാരം അങ്ങനെയായിരുന്നു. എല്ലാ 56 ഡിവിഷനുകളിലും കടന്നുപോയ ഒരു കുറ്റവിചാരണ യാത്രയാണ്. ആ കടന്നു പോകുമ്പോഴെല്ലാം അവിടെ കാണുന്നൊരു വികാരം ഈ LDF ഭരിക്കുന്ന ഇവിടുത്തെ നഗരസഭാ ഭരണത്തിനെതിരാണ് എന്ന് എല്ലാ ദിവസവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവസാനം പരിശോധിച്ചു വന്നപ്പോൾ MG പാർക്കിൽ ഒരു തരത്തിലുള്ള കോടതി സ്റ്റേയുമില്ല, ഒന്നുമില്ല. പക്ഷേ പല കാരണങ്ങളിൽ അവിടുത്തെ കോൺട്രാക്ടറും നഗരസഭാ ഭരണസമിതിയും ചില അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അടച്ചു പൂട്ടുകയാണ്. അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങളായി. ഇവിടെയുള്ള തൊഴിലാളികൾക്ക് അറിയാമല്ലോ, 3 ദിവസക്കാലം കൊണ്ട് മാത്രം കൊല്ലം നഗരസഭയിലെ ജീവനക്കാർ അവിടെ തൊഴിലാളികൾ അവിടെ ചെന്ന് ചെത്തി വൃത്തിയാക്കി ഇനിയിപ്പോൾ അടിയന്തരമായി ഒരു 2 ആഴ്ചക്കകം അവിടെ പ്രവർത്തനം ആരംഭിക്കുമെന്നുള്ളതിനൊരു സംശയവും വേണ്ട. അപ്പം ഇതുപോലെ നമ്മൾ നിരവധി കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 15 ദിവസക്കാലം കൊണ്ട് തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ അവിടെ ചെയ്യാൻ തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടക്കമേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് ഇതെല്ലാം കൂടെ ഒരു 6 മാസം കൊണ്ട് തീർക്കാൻ കഴിയുമോ, 1 വർഷം കൊണ്ട് തീർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സാധ്യമല്ല. പക്ഷേ അടിയന്തരമായ പ്രാധാന്യം കൊടുത്ത് തീർക്കേണ്ട ധാരാളം വിഷയങ്ങളുണ്ട്. കൊല്ലത്തെ തീരപ്രദേശം, അവിടെ താമസിക്കുന്നവരും പലരും കൂടി ഇരിപ്പുണ്ട്. തീരപ്രദേശത്ത് മുഴുവൻ മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. എന്തായാലും 2 ആഴ്ച കൊണ്ട് 1 മാസക്കാലം കൊണ്ട് ഉണ്ടായതല്ല. വർഷങ്ങളായി അവിടെ മാലിന്യ കൂമ്പാരമല്ല, മാലിന്യ മലയായിരുന്നു. അത് കഴിഞ്ഞൊരു 4-5 ദിവസക്കാലമായി വെട്ടി നീക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ഈ മാലിന്യം ശേഖരിക്കുന്നതായാലും മാലിന്യം നിക്ഷേപിക്കുന്നിടത്തായാലും അത് സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ കൊല്ലം നഗരസഭയ്ക്ക് നിലവിലൊരു ധാരണയുമില്ല. ഒരു മുനിസിപ്പാലിറ്റി ആയിരിക്കുന്ന ചെങ്ങന്നൂരിലും അതുപോലെ തന്നെ തിരുവല്ലയിലും ഒക്കെ സംവിധാനങ്ങളുണ്ട്. ഇത്രയും ഏകദേശം 4 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കൊല്ലം നഗരസഭയിൽ ഇതിനൊന്നും ഒരു സംവിധാനവും ഇല്ല എന്നാണ് മനസ്സിലാക്കിയത്. നമുക്ക് ഒട്ടും പിന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഇത് നമ്മുടെയും കൂടെ ഒരു കാര്യമാണ്. കാരണം കൊല്ലം നഗരസഭ ഭംഗിയായി പ്രവർത്തിക്കേണ്ടുന്നത് ഓരോ UDF പ്രവർത്തകൻ്റെയും ഓരോ കോൺഗ്രസ് പ്രവർത്തകൻ്റെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയാൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരൊറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങിയാൽ കൊല്ലം നഗരസഭ അടുത്ത 50 വർഷക്കാലം നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്നൊരു സംശയവും വേണ്ട. കൊല്ലം നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. കൊല്ലം നിയമസഭാ സീറ്റിന് ഒരിക്കലും മറ്റാരിലേക്കും
LDFിൻ്റെ കൈകളിലേക്ക് പോകാൻ കഴിയാത്തത് കോൺഗ്രസിൻ്റെ കയ്യിൽ സുരക്ഷിതമായെങ്കിൽ മാത്രമേ കൊല്ലം നഗരസഭാ ഭരണം മുന്നോട്ട് പോകാൻ കഴിയൂ. ഞാനിവിടെ പ്രധാനമായും ഇന്ന് തിരുവനന്തപുരത്ത് ജയ്ഹിന്ദ് TV-യുമായിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. ഒരു മണിക്കൂർ നീണ്ടു നിന്ന ഒരു ചർച്ച. അപ്പോൾ പലരും സൂചിപ്പിച്ചു, എല്ലാവരും വളരെ താല്പര്യപൂർവ്വം. ഞാൻ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ തിരുവനന്തപുരത്തെ ആളുകൾ ഈ പാലം പൊളിക്കുന്നതിനെ കുറിച്ച് എന്നോട് ചോദിക്കുന്നു പലരും. കാരണം ഇതൊരു ശരിക്കും നമ്മൾ വലിയൊരു വൈബ് എന്ന് പറയുമല്ലോ, അങ്ങനെ വൈറലായിട്ടുണ്ട്. വല്ലാത്തൊരു വൈറൽ, ചെറുപ്പക്കാർ വൈബ് എന്നൊക്കെ പറയുന്നത് ഇതൊരു വൈറലായ ഒരു ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇത് പൊളിക്കണമെന്ന് പറയുന്നവരാണ് 100% കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെ. പലരും രഹസ്യമായും പരസ്യമായി പറയാൻ കഴിയില്ല അവർക്ക്, പലരും രഹസ്യമായി വിളിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് പൊളിക്കണം, പൊളിച്ചേ കൊല്ലം നഗരം രക്ഷപ്പെടൂ എന്ന് പറയുന്നത്. അത് പൊളിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് 4 മാസം കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കാൻ കഴിയണം. ആ ജയിക്കാൻ കഴിയുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓരോ ഓട്ടോറിക്ഷ തൊഴിലാളിയിലേക്കും യാത്രക്കാർ കയറുമ്പോൾ അവരുമായിട്ട് സംവദിക്കാനും അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് കുശലം പറയുവാനും അവസരമുണ്ടെന്നുള്ളതുകൊണ്ട് നിങ്ങളായിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതെന്നുള്ള ഒരു സംശയവും വേണ്ട. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നൽകിയ സ്വീകരണങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ചേട്ടാ മാറി ചേട്ടാ നജുമുദ്ദീൻ വന്നില്ലല്ലേ? ആരുണ്ട്? കൊടുക്കണേ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു.